ആദ്യം തന്നെ ഇത്രയും ഗ്ലാമറുള്ള മമ്മൂക്കെ പൊളിക്കുക, പല്ലൊക്കെ മാറ്റി വെച്ച് നരയൊക്കെ ഇട്ട് പൊളിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പക്ഷേ. അങ്ങനെ ഇത് ഭ്രമയുഗ എന്നൊക്കെ പറയുമ്പോൾ ആ ഷാഡോയിലാണ് നമുക്ക് അത് പറയുന്നത്, ഫേസിലും കൂടിയിട്ടല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ എഴുതി നോക്കി 2-3 തവണ പറഞ്ഞു നോക്കി, എന്നിട്ട് മമ്മൂക്ക അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഓക്കെ ഇത് വർക്കാണ് തോന്നി. അതിൻ്റെ ഒരു ഹെവിനെസ് നമുക്ക് തോന്നിയത്. സൗണ്ടാണ് ഫിലിം ആക്ച്വലി. നമുക്ക് ഒരു പോയിന്റ് വരെ നമുക്ക് വിഷ്വലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ സൗണ്ട് ഹാസ് ടു പ്ലേ. അത് സൈലൻസ് ആണെങ്കിൽ സൈലൻസ് ഹാസ് ടു പ്ലേ, സ്കോർ വൈസ് ആണെങ്കിൽ സ്കോർ ഹാസ് ടു പ്ലേ. ആ ഒരു പാട്ട് അങ്ങനെ ഈ ഫിലിമിൽ വേണമെന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു പോയിന്റിൽ നമ്മൾ റിലീസിന് തലേ ദിവസം വരെ നമുക്ക് ഐ മീൻ നമ്മൾ വിചാരിക്കുമല്ലോ ഇത് ആൾക്കാരെ സ്വീകരിക്കുമോ, ഇത് സിനിമ ഒരു ഇറ്റ്സ് ഓൾസോ റൺസ് ബൈ ലക്ക്. എനിക്ക് തന്നെ തോന്നുന്നത് ഇപ്പം ഇത് കലിയുഗത്തിന്റെ അപഭ്രംശ എന്ന് പറയുന്നത് ഇപ്പൊ നോർമൽ ഒരാൾ പറയുന്നത് പോലെ നമുക്ക് അതിനെ മുറിച്ചൊക്കെയാണ് പറയുന്നത്, അപഭ്രംശം എന്നുള്ള വാക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ മോഡുലേഷനിലാണെങ്കിലും ഓരോ വാക്കുകൾ പ്ലേസ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും അതിൽ തന്നെ ഒരു ഭയങ്കരമായ ഒരു പ്ലേ ത്രൂ ഔട്ട് ഉണ്ടല്ലോ. ആ സീക്വൻസ് മോസ്റ്റ്ലി ഒരു ഷാഡോ പ്ലേ ആയിട്ടാണ് നമ്മളത്. അപ്പൊ എല്ലാ ഡിന്നർ സീക്വൻസിലും ഒരു വ്യത്യാസം വേണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഫസ്റ്റ് വൺ ഇസ് എ നോർമൽ ഡിന്നർ സീക്വൻസ്, സെക്കൻഡ് വൺ ഡിന്നർ സീക്വൻസ് വരുമ്പോഴേക്കും അവിടെ വേറെ പല സംഗതികൾ നടക്കുന്നത്. തേർഡ് വൺ ഇസ് ആക്ച്വലി അപ്പോഴേക്കും മഴ തുടങ്ങി. അപ്പോൾ അത് എത്രമാത്രം ഡിഫറൻസ് ആക്കാൻ പറ്റും, ഡിഫറൻസ് ആക്കുകയാണെങ്കിൽ വിഷ്വലി എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഷാഡോ പ്ലേ ചെയ്തത്. നമുക്കറിയാം മമ്മൂക്ക അവിടെ ഉണ്ടെന്ന്, പക്ഷേ മമ്മൂക്കയുടെ ഷാഡോ വന്നാൽ പോലും അത് ഭയങ്കരമായിട്ട് ആ സീക്വൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷാഡോ പ്ലേയിൽ ഇതുമാതിരി ആ മാനറിസം വരണമെങ്കിൽ ഈ ഡയലോഗ്സ് എന്നമാതിരി സപ്പോർട്ടീവ് ആയിരിക്കണം. അപ്പോൾ ഇത് ഭ്രമയുഗ എന്നൊക്കെ പറയുമ്പോൾ ആ ഷാഡോയിലാണ് നമുക്ക് അത് പറയുന്നത്, ഫേസിലും കൂടിയിട്ടല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ എഴുതി നോക്കി 2-3 തവണ പറഞ്ഞു നോക്കി, എന്നിട്ട് മമ്മൂക്ക അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഓക്കെ ഇത് വർക്കാണ് തോന്നി. അതിൻ്റെ ഒരു ഹെവിനെസ് നമുക്ക് തോന്നിയത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഓക്കെ അടുത്തേക്ക് പോവാ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും. വർക്കായില്ലെങ്കിൽ അപ്പൊ തന്നെ പറയും അത് വേറെ ഒരു ഷോർട്ട് ട്രൈ നോക്കാം, വേറെ ചെയ്യാന്ന് പറയുമ്പോൾ ഈസ് ലൈക്ക് വെരി മച്ച് ഹാപ്പി ടു ഡു. അതാണ് അതിൻ്റെ ആ ഒരു പ്രോസസ്സ്. ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുളയുടെ ഒരു അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വതന്ത്ര ആവിഷ്കാരം പോലൊരു സംഗതി സാധ്യത, യക്ഷിയുടെ ക്യാരക്ടർ വരുന്നത്. ഈ ഞാൻ ചോദിക്കുന്ന സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പകിട കളി നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ചിലപ്പം രാഹുൽ തന്നെ ഈ സ്ക്രിപ്റ്റിൽ ചുരുക്കിയെടുത്തതാണ്, അതൊരു വലിയ പ്ലേ ആയിട്ട് അല്ലെങ്കിൽ അതിന് ഒരുപാട് സാധ്യതയുള്ള ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ട് അവിടെ നിൽക്കുന്നു. അല്ലെങ്കിൽ അടുക്കള സിനിമ തീരുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ഒരുപാട് കഥകൾ ഇനിയും ബാക്കിയുണ്ടെന്ന് തോന്നിപ്പിക്കണം നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ യക്ഷിയുടെ ട്രാക്ക് ആണെങ്കിൽ, ഈ പറയുന്ന പകിട ട്രാക്ക് ആണെങ്കിൽ, അടുക്കളയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ തുറക്കരുത് എന്ന് പറയുന്ന സ്പേസ് ആണെങ്കിൽ, അവിടെയൊക്കെ ഇനി വന്ന് കഥകൾ അടരായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ കൈൻഡ് ഓഫ് ഒരു സ്പിൻ ഓഫ് എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ബാക്കിയാവുകയാണല്ലോ. അല്ല അത് നമുക്ക് എത്ര വേണമെങ്കിൽ അതിനെ ഓരോ സിനിമയുടെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോകാം. ബട്ട് സിനിമയുടെ ഒരു ഇപ്പോഴത്തെ ഒരു ടൈമിൽ നമ്മൾ അത് മാക്സിമം ക്രിസ്പാക്കി എത്രമാത്രം ചെറുതാക്കി പറയാൻ പറ്റുമോ എന്നുള്ളത്. ഈ ഫീമെയിൽ ക്യാരക്ടർ അതിൻ്റെ ഒരു മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഫസ്റ്റ് ഇത്ര മിനിറ്റ്സിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നു. സോ ദ ഫസ്റ്റ് 5 minutes itself you are hooked to that ആ സ്റ്റോറി. ഈ ഇങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോണത്. ദിസ് ഇസ് ദ സെറ്റിംഗ്, ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് സ്റ്റോറി ഐ ആം ഗോണ സേ. ഇങ്ങനെ കുറേ എക്സ്പെക്ട് ചെയ്യുക എന്ന് പറഞ്ഞ് എൻ്റെ ഓഡിയൻസിന് ആദ്യം കണ്ടീഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദെൻ പിന്നെയുള്ള ഒരു 95% ഇസ് ഈസി ഫോർ മീ. അപ്പം അതിനായിരുന്നു ആ ക്യാരക്ടർ. അല്ലാണ്ട് ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ മുഴുവൻ ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് അതിനെ സ്ട്രെച്ച് ചെയ്ത് അൺനെസസറി ആയി അങ്ങനെയുള്ള ഇൻറ്റൻഷൻ ഇല്ല. ഐ ജസ്റ്റ് വോണ്ട് ടു എസ്റ്റാബ്ലിഷ്. അത് പെർഫെക്റ്റ് ആയിട്ട് അത് വർക്കായി. പകിട സീക്വൻസും ഈ പറയുന്ന പോലെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, സ്ട്രെച്ച് ചെയ്യാം. ബട്ട് ആ ഒരു ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു കൺവെൻഷനൽ അല്ലെങ്കിൽ ഒരു ക്ലീഷേഡ് ഫിനാലയിൽ പോലും ഓപ്ഷനായിട്ട് ചിലപ്പോൾ വരാവുന്നത് ഈ പകിടയാണല്ലോ. ഞാൻ അവിടെ പോലും രാഹുൽ ആ വഴി പോണ്ട, ഇപ്പം ഒരു ഹൊറർ ജോണറിൽ സ്ഥിരം പോകുന്ന ഒരു വഴി പോണ്ട എന്നുള്ളൊരു തീരുമാനം ഇനീഷ്യൽ പ്ലാനിൽ തന്നെയുള്ള തീരുമാനമാണ്. അതെ 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 തീർച്ചയായും. അത് അങ്ങനെ തന്നെയാണ് അത് ലെയർ ചെയ്ത് കൊണ്ടുവന്നത്. ഇനീഷ്യൽ
സ്പെസിഫിക് പ്ലാൻസ് ഉണ്ടായിരുന്നു, ഇങ്ങനെയാണ് ഈ സീനിൽ ഈ ഡയലോഗ്. അതിൽ ഒരു ഇഞ്ചും മാറാതെ തന്നെയാണ് സിനിമ പൂർത്തിയാക്കിയത്. ഉറപ്പായും. കാരണം ഞാൻ പറയില്ല, എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എൻ്റെ ഫസ്റ്റ് ഫിലിം അങ്ങനെ എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഞാനത് എങ്ങനെ എവിടെ ക്യാമറ വയ്ക്കും, എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൺഫ്യൂഷൻ മാറ്റണമെങ്കിൽ യു നീഡ് ടു ഹാവ് ആ പ്രീ പ്രൊഡക്ഷൻ അത്രമാത്രം സ്ട്രോങ് ആയി പ്ലാൻ ചെയ്താൽ മാത്രമേ കൺഫ്യൂഷൻ മാറുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമും ഇല്ല. ഇറ്റ്സ് ബിക്കോസ് മണി ഈസ് അറ്റ് സ്റ്റേക്ക്. ഒരു പ്രൊഡക്ഷൻ ഹൗസ് നമ്മളെ വിശ്വസിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം അടിച്ചു, പീരിയഡ് സെറ്റിങ്, ഇതൊക്കെ നിൽക്കുമ്പോൾ ദെയർസ് എ ഹ്യൂജ് മണി ഇൻവോൾവ്. അപ്പോൾ യു നീഡ് ടു ഓണർ ദാറ്റ്, യു നീഡ് ടു ബി വെരി കെയർഫുൾ, ആക്ടറിൻ്റെ ടൈം എല്ലാം. സോ അത് ഇത്രമാത്രം ഒരു ടീം എഫേർട്ടിൽ മാത്രമേ അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഷഹനാദിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ ടോട്ടൽ സൗണ്ട് ഡിസൈൻ. അത് ഭൂതകാലത്തിലും വളരെ പ്രധാനപ്പെട്ട ഫാക്ടറായിരുന്നു. സൗണ്ടിൽ നമ്മളൊരു സൗണ്ട് ഒരു സ്ക്രിപ്റ്റ് ചെയ്യപ്പെട്ടതുപോലെ സൗണ്ടിൻ്റെ ഒരു ടോട്ടൽ ആർക്ക് കാണാനുണ്ട്. ഇപ്പം ഇതിലാണെങ്കിലും ഞാൻ പറയാം, ഈ ഭയം ജനിപ്പിക്കുന്നതിൽ ഈ നമ്മുടെ പോറ്റിയുടെ ക്യാരക്ടർ ആർക്കിൽ തന്നെ ഈ പറഞ്ഞ മെതിയടിയും ഊന്നുവടിയുടെ ശബ്ദവും ഈ പറയുന്ന പിന്നെ തൊണ്ടയനക്കോ ഇതൊക്കെ കൃത്യമായിട്ടൊരു സൗണ്ട് ലെയർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എവിടെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിലും ഈ പറഞ്ഞ അതിന്റെ പരിസരത്ത് അല്ലെങ്കിൽ തൊട്ടടുത്ത് അല്ലെങ്കിൽ ഇതിന്റെ ചുറ്റുവട്ടത്ത് പോറ്റി ഉണ്ടെന്നുള്ളത് തോന്നാം. എനിക്കൊന്ന് നമ്മൾ ഭയങ്കര നമ്പർ ഓഫ് സീൻസ്, സ്ക്രീൻ പ്രസൻസ് പറഞ്ഞാൽ അങ്ങനെ ത്രൂ ഔട്ട് എല്ലാ സീനിലും മമ്മൂക്കിയുള്ള പടമല്ലല്ലോ. പ്രസൻസ് കൃത്യമായിട്ട് ആ പറയുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അല്ല, സൗണ്ടിന് എങ്ങനെയാണ് ഈ പറയുന്ന എഴുത്തിൽ അത് എങ്ങനെയാണ് സൗണ്ടിനെ പ്ലേസ് ചെയ്യുക? സൗണ്ടാണ് ഫിലിം. ആക്ച്വലി നമുക്ക് ഒരു പോയിന്റ് വരെ നമുക്ക് വിഷ്വലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ സൗണ്ട് ഹാസ് ടു പ്ലേ. അത് സൈലൻസ് ആണെങ്കിൽ സൈലൻസ് ഹാസ് ടു പ്ലേ, സ്കോർ വൈസ് ആണെങ്കിൽ സ്കോർ ഹാസ് ടു പ്ലേ. അപ്പം അതിനാണ് എനിക്ക് ജയദേവൻ പുള്ളിയുടെ വലിയ, ഞാൻ കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടിട്ട് ലൈക്ക് റിയലി അത് അത്രയും നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് പുള്ളിനെ ഇതിൽ കിട്ടിയ എത്രമാത്രം റിയലിസ്റ്റിക് ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ചില ഷോർട്സിൽ ഇപ്പോൾ ഒരു ഈ എന്തോ ഒരു ഈച്ച പറന്നു പോകുന്ന അതിനടക്കം പുള്ളി അവിടെ ഒരു സൗണ്ട് ഇട്ടുണ്ട്. അതൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് സെക്കൻഡ് തേർഡ് വാച്ചിൽ കാണുമ്പോൾ അറിയുള്ളൂ. ബിക്കോസ് യു ആർ ഹുക്ഡ് ടു ദാറ്റ് ക്യാരക്ടേഴ്സ്. അതിൻ്റെ ഇടയിൽ നടക്കുന്ന പല സാധനങ്ങളുണ്ട്. ആംബിയൻസ് ചേഞ്ച് പല ഈ ഫിലിമിൽ തന്നെ ഒരുപാട് ആംബിയൻസ് ചേഞ്ച് വരും. മഴയുടെ വേരിയേഷൻസ് ഉണ്ട്. മഴയെന്ന് വെച്ചാൽ ഭയങ്കര അത് കുളത്തിൽ ഓരോ സ്ഥലത്തും പിന്നെ ഓരോ റൂംസിനും അതിന്റെ ഡയലോഗ്സ് റിവേർബ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. എക്കോ ഫീൽ ചെയ്യും. അതിന്റെ റൂമിന്റെ സ്പേസ് പുള്ളി കാൽക്കുലേറ്റ്. ഇപ്പൊ തട്ടുമുറാണെങ്കിൽ അതിന് വേറെ ഒരു ആംബിയൻസ് സൗണ്ടാണ്. അങ്ങനെ എല്ലാത്തിലും നമ്മളത് സംസാരിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഫ്രെയിം വൈസ് അല്ലെങ്കിൽ മനയുടെ പൂർണ്ണമായ അകങ്ങളിൽ ഇല്ല സിനിമ കാണിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ മനയ്ക്ക് പുറത്തേക്ക് ഒരുപാട് സ്ഥലം കാണിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് അതിന്റെ ടോട്ടൽ വളരെ ഈ പറഞ്ഞ ഒരു മിനിമലിസ്റ്റിക് വേ ഈ വിഷ്വൽ ഡിസൈനിലും സൗണ്ട് ഡിസൈനിലും ഉണ്ട് അല്ലേ? മിനിമലിസം എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. ഭൂതകാലത്തിലും എനിക്ക് മിനിമലിസം കീപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓവർ ഡു ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറ്റ് വിൽ കിൽ ദ ഹോൾ ആ ഒരു സീക്വൻസ്. സോ സൗണ്ട് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഈ പറയുന്ന ഡയലോഗ്സിലടക്കം നമ്മൾ കുറച്ച് ട്വീക്ക് ചെയ്തിട്ടുണ്ട് ടുവേർഡ്സ് ദി എൻഡ്. ആ സൗണ്ട് അങ്ങനത്തെ ഒക്കെ ഒരു സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അത് കിട്ടാനായിട്ട് ആ എഫക്റ്റ് കിട്ടാനൊക്കെ ആയിട്ട് സൗണ്ട് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മെതിയടിയുടെയും ഈ ഇതിൻ്റെയൊക്കെ ഒരുപാട് നമ്മുടെ പുള്ളി JD സൗണ്ട് പല മെതിയടിയുടെ പല സൗണ്ട്സും തന്നിട്ടാണ് ഫൈനലി നമ്മളൊന്ന് ഫിക്സ് ചെയ്തത്. അത് പിന്നെ രാജേട്ടൻ മിക്സും കൂടെ ചെയ്യുമ്പോൾ അത് ഭയങ്കര ലൈഫ്. കഴിഞ്ഞാലും രാജേട്ടനാണ് അത് മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര എല്ലാം കൂടെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് മാറുകയാണ്. ഈ എവിടെ ഇപ്പം ഇതിൻ്റെ ഒരു ഫൈനൽ വേർഷൻ വരെ ഒരുപാട് തവണ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണല്ലോ ചെയ്യുന്നത്. എന്തായാലും ഈ ഫിലിം മേക്കറുടെ ഒരു കിക്ക് ഭയങ്കര പ്രധാനമാണല്ലോ ഒരു ഘട്ടത്തിൽ. അത് ചോർന്നു പോകാതെ ആദ്യം മുതൽ ഇത് പിടിച്ചില്ല. അപ്പൊ ഏറ്റവും ഹാപ്പി ആയിരുന്നത് ഏത് ഘട്ടത്തിലായിരുന്നു ശരിക്കും? ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച സിനിമ ഈ രീതിയിലായി കഴിഞ്ഞു, ഞാൻ പറഞ്ഞു ഓക്കെ, ഉറപ്പായാലും ഇതിന്റെ ഫൈനൽ വേർഷൻ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അതിനപ്പുറത്ത് എന്തായാലും ഈ ആഗ്രഹിച്ച വഴിയിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തുന്നത്. ചിലത് നമുക്ക് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ചിലത് ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വിചാരിച്ചതിലേക്കാട്ടിലും എൻഹാൻസ് ആയിട്ട് നമുക്ക് ഒരു മാജിക് അവിടെ സംഭവിക്കും. ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ ഇതേമാതിരി പറഞ്ഞത്, ഒരു ഫിലിം കാണുന്നത് 3 വേർഷനാണ് നമ്മൾ കാണുന്നത്. ഒന്ന് നമ്മൾ ഐഡിയ കൺസീവ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഇരുന്ന് പേപ്പറിൽ ഇരുന്ന് എഴുതുമ്പോൾ നമ്മളൊരു പടം
കാണുന്നത്. 100 തവണ ആ പടം ആ സീക്വൻസ് മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ എഴുതുന്നത്. അത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച സാധനമേ ആയിരിക്കില്ല അത്. പക്ഷെ എന്നാൽ പോലും നമ്മൾ അതിലേക്ക് എത്തിക്കാൻ നോക്കുമല്ലോ. മാക്സിമം അതിൻ്റെ ഒരു 80% എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി നൈസ്. ഭൂതകാലത്ത് എനിക്കൊരു 50%-ലേക്കൊക്കെ എനിക്ക് ഐ മീൻ ഞാനും അന്ന് ഫോർ എക്സാമ്പിൾ അന്ന് ഞാൻ ആഫ്റ്റർ 8 years ആണ് ഞാൻ തിരിച്ച് ഒരു ഫിലിമായിട്ട് വരുന്നത്. അപ്പോൾ ഇൻഡസ്ട്രി വൈസ് പല ചേഞ്ചസ് ഉണ്ട്, എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഭയങ്കര ചേഞ്ച് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഐ എം ഓൾസോ എ ന്യൂ കമ്മർ. അപ്പോൾ എനിക്കും എല്ലായിടത്തും എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു സാധനം ഇതിലേക്ക് ടഫാണ് ആ സിറ്റുവേഷൻ. അപ്പോൾ പല സീക്വൻസും നമ്മൾ കോംപ്രമൈസ് ചെയ്യും. ഓക്കെ ഫൈൻ, ഇത് വേണ്ട, നമുക്കിത് വേണ്ട, ഇന്ന് ഡേ ഷോർട്ട്, നൈറ്റ് ടൈം പോയി, മഴ പോയി. അപ്പോൾ ഇന്ന് അത് കഴിഞ്ഞുകൊണ്ട് എനിക്ക് ഐ ഹാവ് എ ലോട്ട് ഓഫ് കൺട്രോൾ ഈ പ്രോജക്റ്റിൽ. ഇത് ഇങ്ങനെ തന്നെ വേണം എന്ന് സ്റ്റിക്ക് ഓൺ ചെയ്താൽ യു വിൽ ബി ഏബിൾ ടു അച്ചീവ്. അതുകൊണ്ട് എനിക്ക് ഒരുവിധം 80-85% എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്കൊരു ഫിലിം കാണാം. അവിടെ കിട്ടുന്ന കുറച്ച് എക്സൈറ്റ്മെൻറ്റ്സ് ഉണ്ട്. മമ്മൂക്ക തരുന്ന പെർഫോമൻസും അർജുനും സിദ്ധു തരുന്ന പെർഫോമൻസും ആർട്ടിൽ കാണിച്ച മാജിക്കും. ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ നേരത്തെ പോയി ഫോട്ടോ എടുത്ത സ്ഥലമല്ല, പോയി കാണുമ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അപ്പോൾ തന്നെ പല ഐഡിയാസും പുതിയത് വരികയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ഫേസ് വരുവാണ്, എഡിറ്റിങ്ങിൻ്റെ ഒരു ഫേസ് വരും. അപ്പോൾ എൻ്റെ ഫ്രണ്ടായ ഷഫീഖ് തന്നെയാണ് കഴിഞ്ഞ പടം ഷഫീഖ് തന്നെ എഡിറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ ഷഫീഖിൻ്റെ ഒരു വേർഷൻ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണാത്തൊരു സീക്വൻസ് ആയിരിക്കും അത്. ആ ഒരു ഇൻപുട്സ് ഒക്കെ വരുമ്പോഴാണ് പടം ഭയങ്കര ചേഞ്ച് ആവണം. അവിടെയും ഞാനത് എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ സീന് വിചാരിച്ചേക്കാളും വലുതായി. പിന്നെ വരും സൗണ്ടിൻ്റെ ഇൻപുട്സ്, പിന്നെ ക്രിസ്റ്റോൻ്റെ സ്കോറും എല്ലാം കൂടെ വരുമ്പോൾ ഞാൻ അതുകൂടെ ചോദിക്കാം. ഇപ്പൊ ക്രിസ്റ്റോടെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഈ നേരത്തെ പറയുന്ന തിയേറ്ററിക്കൽ യൂഫോറിയ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ ട്രാക്ക് വരുന്ന സമയത്ത് ഏജ് ഓഫ് മാഡ്നസ് എന്നാണ് ഇതിന്റെ ആക്ച്വൽ ടൈറ്റിൽ എന്ന് നമുക്കറിയാം. പ്രമേയം ഏജ് ഓഫ് മാഡ്നസ് ആണ്. ഞാനും ആദ്യത്തെ ഷോ കാണുന്ന സമയത്ത് ഇത് ഏത് മൊമെന്റിൽ ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇതിലൊരു ഫിനാലെ ഭൂതകാലം പോലെ ഉണ്ടാവുകയാണെങ്കിൽ ആ ഫിനാലയിലേക്ക് രാഹുൽ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും ഏജ് ഓഫ് മാഡ്നസ്. പക്ഷേ നിങ്ങൾ അതിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് അത് വേണ്ടെന്ന് വെക്കുകയാണ്. ഈ പറയുന്ന അതിലേറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുത്ത പോപ്പുലറായ ഹിറ്റ് ചാർട്ടിലുള്ള ഏജ് ഓഫ് മാഡ്നസ് ഹോൾഡ് ചെയ്തിട്ട് അതിനെ ഒരു ടൈലൻ ട്രാക്കായി മാറ്റി അതിലൊരു ക്രെഡിറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് അത് സത്യത്തിൽ എന്തിനു വേണ്ടി ചെയ്താ? അത് ആ ഒരു പാട്ട് അങ്ങനെ ഈ ഫിലിമിൽ വേണമെന്ന് ഉണ്ടായിരുന്നില്ല. അത് ലേറ്റർ ഓൺ വരുന്ന ഒരു സാറുടെ ഒരു സജഷനും പിന്നെ ഒരു EDM ഇലക്ട്രോണിക് മിക്സ്, അങ്ങനെ ഒരു സൈക്കഡലിക് ട്രാൻസ് ടൈലൻഡിലും അങ്ങനെ വർക്ക് ആവുള്ളൂ. പിന്നെ അതുപോലെ ഈ സ്റ്റോറി ടെല്ലിങ്ങിന് യോജിക്കുന്ന തരത്തിൽ അതിനകത്തേക്കല്ല അത് വരുന്നത്, പുറത്താണ് നിൽക്കുന്നത്. പക്ഷെ അത് ഭയങ്കരമായി അത് ഹിറ്റായതുകൊണ്ടാണ് നമ്മളത് ആ ടൈലൻഡിലേക്ക് അത് വെച്ചത്. സോ ആ പാട്ട് പിന്നീടാണ് വരുന്നത്. അത് ഷൂട്ട് എഡിറ്റൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്രിസ്റ്റോൻ്റെ പറഞ്ഞ എന്താണ് ചെയ്യുക നമുക്ക് ഇത്. കാരണം ഇതിൽ പാട്ടുകളെല്ലാം ഹിംസാണ്. പൂമണി മാളിക, ഈ മഹാലോകത്ത് പാടുന്നതാണ്. സോ അത് വെച്ചിട്ട് ആൾക്കാർക്ക് യു കാൺട്ട് എക്സൈറ്റ് ദം. സിറ്റുവേഷൻ കാണുമ്പോൾ അവർക്ക് എക്സൈറ്റ്മെന്റ് തോന്നും. ആ സീക്വൻസിൽ അത് മാച്ച് ആയി പോകും. ബട്ട് ആഫ്റ്റർ ദാറ്റ് വെറുതെ യൂട്യൂബ് എടുത്തിട്ട് പ്ലേ ചെയ്യണമല്ലോ, അങ്ങനെ ഈ പാട്ടുള്ള പടങ്ങളിലെ കാണാൻ. സോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സൈക്കഡലിക് ട്രാൻസ് നമ്മൾ ഉണ്ടാക്കിയത്. ബട്ട് അത് വർക്കായി. അത് അറ്റ്ലീസ്റ്റ് എനിക്ക് ടൈലൻഡിലേക്കും വെക്കാൻ പറ്റി. പിന്നെ അത് മാത്രമല്ല ഇതിലൊരു പിന്നെ ട്രെയിലർ പോലും നിങ്ങൾ ഹൈപ്പ് ഡൗൺ ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രെയിലറിൽ ഈ പിന്നെ അർജുൻ്റെ ഡയലോഗ് ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്ന എനിക്കൊന്ന് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇതൊരു ഹൊറർ ഫീലിൽ അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ ഹൈപ്പ് ജനറേറ്റ് ചെയ്ത് വേണ്ട, പേടിക്കാൻ വേണ്ടി വരണ്ട എന്ന് കരുതിയിട്ട് എനിക്കൊന്ന് നിങ്ങൾ ട്രെയിലർ പോലും ഡൗൺ ചെയ്താണല്ലോ ചെയ്തത്. അല്ല, പേടിക്കാനുള്ള ഒരു സീക്വൻസും ഇല്ല. അതെ. സോ ട്രെയിലർ കട്ട് ചെയ്യുമ്പോഴും ആകെ ആ ഡയലോഗ്സുകൾ, ഇത് കരുക്കൾ, ഇത് പകിട, വീണ നോക്കി കരു നീക്കണം എന്നൊക്കെ പറയുന്നത്. ഷഫീഖ് ഒരു ഐഡിയ പറഞ്ഞു, ഓക്കെ ഇത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഒരു ട്രെയിലർ ചെയ്താലോ, അങ്ങനെ ഫോം ആയതാണ്. പക്ഷെ അതിൽ പേടിക്കുന്ന ഒരു എലമെന്റ്സ്, ഒരു പേടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രെയിലർ കട്ട് ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ഇല്ല ഫിലിമിൽ, പേടിപ്പിക്കാനുള്ള ഒരു ഇന്റൻഷനും ഫിലിമിലില്ല.
പക്ഷെ നമ്മൾ വേറെ രീതിയിൽ കാണുമ്പോൾ ആളുകൾ എല്ലാവരും ഇവരുടെ ഒരു ബോഡി ഓഫ് വർക്ക് എന്നുള്ള രീതിയിൽ അപ്പൊ ഭൂതകാലത്തിൽ ഒരു ട്രെയിലറിൽ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ കാണുന്ന സമയത്ത് അത്തരം സീക്വൻസ് വന്നു എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഒരു മുൻവിധി വന്നേക്കാം എന്നുള്ളത് നിങ്ങൾ ചില രീതിയിൽ ഡൗട്ട് അടിച്ചിരുന്നു അല്ലേ? ഫസ്റ്റ് പോസ്റ്റർ ഇറക്കിയപ്പോൾ തന്നെ ആൾക്കാർ അങ്ങനെയാണ് പറഞ്ഞത്, ഭയങ്കരമായി പേടിപ്പിക്കുന്നത്. അതിനാണ് നമ്മളൊരു പ്രസ് മീറ്റ് വെച്ചിട്ട് രണ്ടുപേരുടെ സ്റ്റേറ്റ്മെന്റ് ഇത് അങ്ങനത്തെ ഒരു ഫിലിം അല്ല, അങ്ങനെ നിങ്ങൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് പോയാൽ വളരെ ഡിസപ്പോയിന്റഡ് ആവും. ഹൊററിലും പല സബ് ജോണേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഭൂതകാലം എക്സ്പെക്ട് ചെയ്തത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. വളരെ ക്ലാരിറ്റിയോടെ പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ ഭൂതകാലം ഭ്രമയുഗം ഇപ്പം രണ്ടിലും ഇപ്പം ഒരു സൈക്കോളജിക്കൽ ഹൊറർ ആണെങ്കിൽ പോലും അതിന്റെ ജോണർ സബ് ജോണർ എക്സ്പ്ലോർ ചെയ്യാനാണല്ലോ നോക്കുന്നത്. അതിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? കാരണം വെച്ചാൽ ഇതൊരു ഫേവറേറ്റ് ജോണർ ആണല്ലോ. ഇഷ്ടംമാതിരി സബ് ജോണേഴ്സ് ഉണ്ട് ഹൊററിൽ. അതൊക്കെ മെല്ലെ മെല്ലെ ഏതെങ്കിലും എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇതിപ്പോൾ ഭൂതകാലം പാരനോർമൽ സൈക്കോളജിക്കൽ ഒരു സ്പേസിൽ, ഇത് മോർ ഓഫ് പെർഫോമൻസ് ഓറിയന്റഡ്, ഇതും ഒരു മിസ്റ്ററി ത്രില്ലർ മാതിരിയാണ്. ഇനിയും കുറേ സബ് ജോണേഴ്സ് ഉണ്ട്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് നല്ലൊരു കഥയായിട്ട് അതൊക്കെ ഫോമായി വന്നാൽ ഇതിൽ ഇപ്പം നേരത്തെ നമ്മൾ ഈ ഗ്രീഫ് അല്ലെങ്കിൽ ഒരു എമ്പതി കാണിക്കാത്ത ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വിഷാദ രോഗാവസ്ഥയൊക്കെ അതിൽ വന്ന പോലെ ഇതിൽ ഈ പറയുന്ന നമ്മൾ പവർ ഡൈനാമിക്സ് എല്ലാ കാലത്തേക്കും ഈ അധികാരം കയ്യിൽ കിട്ടുന്നവർ എത്രത്തോളം അഴിമതിയിലെത്തുന്നു, അത് അധികാരം ആരെയും ഒരുതരം ദുരയിലെത്തിക്കുമെന്നുള്ളത്. അപ്പോൾ ആളുകൾ ഇത് പ്രസന്റ് ടൈംസിൻ്റെ ആയിട്ട് വായിക്കുന്നുണ്ട്, പല കാലഘട്ടത്തിൻ്റെ ആയി വായിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വായനകൾ അങ്ങനെ വരുന്നുണ്ടല്ലോ. ഇപ്പം ഇതിലേക്ക് ഈ പറയുന്ന പവർ ഡൈനാമിക്സ് എന്നുള്ളത് ഇതിലേക്ക് ഒരു മെറ്റ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആന്തരികാർത്ഥം ആക്കണം എന്നുള്ളത്, അത് ഈ പറഞ്ഞ സ്ട്രക്ചർ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഈ പറഞ്ഞൊരു ആദ്യം ഒരു മനയിലേക്ക് ഇങ്ങനെ ഒരു കാരണവർന്നൊക്കെ ആലോചിക്കുന്ന ഒരു വരയിലോ വിഷ്വൽ ഡിസൈനിലോ ഒക്കെ ഉള്ള ആലോചനയിൽ ഇത് ബ്ലെൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ഈ പറഞ്ഞ ഭൂതകാലത്തിൽ ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചതുപോലെ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു അടരാക്കി വെച്ചത്? അത് ബ്ലെൻഡ് ആവണം ആക്ച്വലി. അതൊരു നമ്മൾ പറയുന്നത് ഹൊറർ സ്റ്റോറി ആണെങ്കിൽ പോലും അതൊരു ഡിസ്ഗൈസ് ആണ്. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഇറ്റ്സ് മോർ അബൌട്ട് കറപ്ഷൻ ഓർ പൊളിറ്റിക്സ്. അപ്പോൾ അത് ബ്ലെൻഡ് ആവുന്ന, അത് ഓർഗാനിക് ആയിട്ട് വന്നു പോകുന്നതാണ്. വാട്ട് ഈസ് ദ ടേക്ക് അവേ ദാറ്റ്? എന്താ അതൊരു നിർബന്ധമാണ്. നിർബന്ധമാണ്. വാട്ട് ഈസ് ദ ടേക്ക് അവേ? അപ്പോൾ ഇത് ഈ പടം കണ്ടവർക്ക് ജസ്റ്റ് തേവൻ വന്നു എസ്കേപ്പായി പോയി അല്ല അങ്ങനെ ആവാണ്ട് വെറും ഒരു കഥ പറഞ്ഞു അതിന്ന് വേറെ എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഉണ്ടാവോ, അതിൻ്റെ ഒരു ആംഗിൾ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നൊക്കെ അങ്ങനെ ഫോം ആയതാണ് ഈ അബൌട്ട് 3 men, പവർ ഡൈനാമിക്സ്, അബൌട്ട് കറപ്ഷൻ, അബൌട്ട് പവർ. അധികാരം ആരുടെ കയ്യിലിരുന്നാലും അത് ദൂഷിക്കും എന്നുള്ളത്. പിന്നെ ആ ഒരു പീരിയഡ്, ആ ഒരു കാലഘട്ടം, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല പറയാൻ. പീരിയഡ് സെറ്റിംഗിൽ യു ക്യാൻ ടോക്ക് അബൌട്ട് പോവർട്ടി, യു ക്യാൻ ടോക്ക് അബൌട്ട് കാസ്റ്റ്, യു ക്യാൻ ടോക്ക് അബൌട്ട് പവർ, കറപ്ഷൻ, ഇത് സിക്നസ്, ഇതല്ലാണ്ട് വേറെ ദർ ഇസ് നത്തിങ് എൽസ് ടു എക്സ്പ്ലോർ. അപ്പോൾ ഇന്ന് അത് ഒരുപാട് പേര് അത് ഇന്നത്തെ ജനറേഷനായിട്ട് അത് കണക്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ബട്ട് എനിക്ക് അങ്ങനത്തെ ഇൻറ്റൻഷൻ ഒന്നുമില്ല. സിനിമയായിട്ട് തന്നെ കാണണം. അതിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലേയേഴ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ടു ഇറ്റ്സ് ഓൺലി ടു കൺവേ എ സർട്ടൻ മെസ്സേജ്, അത്രേ ഉള്ളൂ. സെയിങ് ദാറ്റ് ഓക്കെ ഇതിൽ ഡീകോഡ് ചെയ്താൽ വേറെയും പല ലേയേഴ്സും ഉണ്ടാവും എന്നുള്ളത്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഉദ്ദേശം. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് സിനിമ, അതിൽ കൂടുതലായിട്ട് ഒന്നുമില്ല. ഇപ്പം മമ്മൂക്കി കണ്ടല്ലോ, ഇപ്പം പോസ്റ്റ് റിലീസ് എന്താ മമ്മൂക്ക എന്ത് പറയുന്നു? മമ്മൂക്ക ഇപ്പം മീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. മമ്മൂക്ക ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ വരുന്നത്. സൂപ്പർ ഹാപ്പി. ഈ കഥ പറഞ്ഞ് ഈ ഐഡിയ ഡ്രോപ്പ് ചെയ്തത് മുതൽ ഈ പറഞ്ഞ പോസ്റ്റ് റിലീസ് വരെ ഒറ്റ എനർജിയിൽ അല്ലെങ്കിൽ ഒറ്റ സന്തോഷത്തിൽ, ഒറ്റ ആഹ്ലാദത്തിൽ മമ്മൂക്കി കിട്ടിയിരുന്നു തുടക്കം മുതലേ തന്നെ? ഉറപ്പായും. അത് ഇന്നിപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാൻ കാരണം ഇത് ഭയങ്കര സക്സസ്ഫുൾ ആയി. അതെ. പക്ഷെ ഒരു പോയിന്റിൽ നമ്മൾ റിലീസിന് തലേ ദിവസം വരെ നമുക്ക് ഐ മീൻ നമ്മൾ വിചാരിക്കുമല്ലോ ഇത് ആൾക്കാരെ സ്വീകരിക്കുമോ, ഇത് സിനിമ ഒരു ഓൾസോ റൺസ് ബൈ ലക്ക് അല്ലേ. ഓഡിയൻസ് എന്ത് വർക്കാവും എന്ത് വർക്കാവില്ല എന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല. സോ നമ്മളൊരു വിശ്വാസമാണ് അത് വർക്കാവും. അപ്പോൾ നമുക്ക് അതേ എക്സൈറ്റ്മെന്റിൽ തന്നെ ആയിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് ഓക്കെ ഇത് എങ്ങനെ ആൾക്കാരത് സ്വീകരിക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ആൾക്കാർ തിയേറ്ററിലേക്ക് എങ്ങനെ എത്തിക്കാം. പക്ഷേ എനിക്ക് എൻ്റെ ഒരു അഡ്വാൻറ്റേജ്, എനിക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ആ ഒരു ജോണറാണ്. ആ ജോണർ ഓട്ടോമാറ്റിക്കലി ഒരു കൊമേഴ്ഷ്യൽ സ്പേസിലേക്ക് അതിനെ കൊണ്ടെത്തിക്കാനുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഹൊറർ ആയതുകൊണ്ട്.
അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ തന്നെ മമ്മൂക്ക ഇൻ ഹൊറർ ഫിലിം ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറയുമ്പോൾ തന്നെ യു ആർ ലൈക്ക് സോൾഡ്, ഓക്കെ ഐ വോണ്ട് സീ ദിസ് ഫിലിം എന്നുള്ള മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ യു ആർ സക്സസ്ഫുൾ ദെയർ. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഫസ്റ്റ് തൊട്ട് ഇന്ന് വരയ്ക്കും. ആൻഡ് ഇറ്റ് വർക്ക്ഡ് എന്നുള്ളതാണ് എൻ്റെ മാജിക്. ഈ രണ്ട് സൈഡിൽ ഇതിപ്പം ഞാൻ ഒരു ക്രാഫ്റ്റ് ഫിലിം മേക്കർ എന്നുള്ളത് ഒരു ഫിലിം മേക്കർ അപ്രീസിയേഷൻ വരും, ഇത് രണ്ടുമാണല്ലോ വരുന്നത്. മമ്മൂക്ക റീഇൻവെന്റിങ് അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ റിവ്യൂസ് ആണെങ്കിലും ആളുകൾ ഈ രണ്ട് രീതിയിലും വരുന്നുണ്ടല്ലോ. അപ്പൊ ഇൻഡസ്ട്രിയിൽ ഇപ്പം സത്യൻ സാറും വിളിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരിക്കുമല്ലോ സംസാരിച്ചത്. എന്താ ഇവരൊക്കെ പറയുന്നത്? എന്താ ഭയങ്കര ഹാപ്പിയാണ്. ആ അപ്രിസിയേഷൻ സത്യൻ സാറിൻ്റെ ഫിലിംസ് കണ്ടിട്ടാണല്ലോ നമ്മൾ എല്ലാവരും വളർന്നത്. അത് എങ്ങനെ അതുമാതിരി ഒരു പടം എടുക്കാൻ പറ്റും, അത് ഇന്നും അത് ടി വിയിലും നമ്മൾ ഓൺലൈനിലും കാണുമ്പോൾ ആ ഫ്രഷ്നെസ് ആർക്കും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഫിലിംസും. അപ്പോൾ അവർ മെൻറ്റേഴ്സ് നമ്മൾ എന്നും നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മളെ ഫോൺ ചെയ്യാന്ന് പറയുമ്പോൾ അതിലും കിട്ടുന്ന വലിയ ബ്ലെസ്സിങ്സ് വേറെ ഇല്ല. സോ അതൊക്കെ ഒരു ഭാഗ്യമാണ്, അതൊക്കെ അങ്ങനെയൊക്കെ ആവുക എന്നുള്ളത്. ഈ ലണ്ടനിൽ ഫിലിം സ്കൂളിൽ പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നതും ഒരു വെസ്റ്റേൺ ഫിലിംസ് അല്ലെങ്കിൽ യൂറോപ്യൻ ആ ഫിലിംസ് ആണല്ലോ കൂടുതൽ കാണാൻ സാധ്യതയുള്ളത്. പക്ഷേ റൂട്ട് രാഹുലിൻ്റെത് കേരളത്തിലാണ് അല്ലെങ്കിൽ മലയാളം സിനിമകൾ കണ്ടു വളർന്ന ഒരാളാണ്. ഇപ്പം എങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ വാച്ചിങ് പാറ്റേൺ എങ്ങനെയാണ്? അത് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് മൊത്തം ഞാൻ കുറേ ഇംഗ്ലീഷ് ഫിലിംസും അങ്ങനെ സ്റ്റാർ മൂവീസും അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് വളർന്നത്. തിയേറ്ററിൽ പടം ഇംഗ്ലീഷ് പടം മലയാളം പടം വന്നു കഴിഞ്ഞാൽ ആദ്യം ഇംഗ്ലീഷ് പടത്തിന് പോലും എനിക്ക് എന്താണെന്ന് അറിയില്ല. എനിക്ക് അങ്ങനെയായിരുന്നു ഇഷ്ടം. ഇപ്പോൾ ജുറാസിക് പാർക്ക് അല്ലെങ്കിൽ ജോസ് ഇങ്ങനെയൊക്കെ ഹൈ കോൺസെപ്റ്റ്സ് ഐഡിയാസ് ഉണ്ടല്ലോ, അതിൽ കിട്ടുന്ന ഒരു ഹൈ എനിക്ക് വേറെ ഏത് ഫിലിംസിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു സ്റ്റേജ് എത്തി ഫിലിം അക്കാഡമിയിൽ പഠിക്കാൻ പോയി, തിരിച്ചു വന്നപ്പോഴാണ് എൻ്റെ ഫസ്റ്റ് ഫിലിം ഇറങ്ങി. അത് എനിക്ക് ഓഡിയൻസിൻ്റെ പൾസ് മനസ്സിലാവേണ്ടതായി. അപ്പോഴാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത്, നീ മലയാളം പടം കാണണം, നീ ഇവിടുത്തെ പടം കണ്ടാലേ നിനക്ക് ഇവിടെ ഒരു സിനിമ എടുക്കാൻ പറ്റുള്ളൂ, നീ അമേരിക്കയിൽ പോയിട്ട് പടം എടുത്തിട്ട് കാര്യമില്ല എന്ന് പറയും. പിന്നെയാണ് ഞാൻ ഒരുപാട് മലയാളം സിനിമകൾ കാണാൻ തുടങ്ങിയത്. അപ്പോഴാണ് മനസ്സിലായത് ഇത് വേറെ മീറ്ററിലാണ്, ഇവിടെ വേറെ ഇമോഷനിലാണ് ഇത് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഓഡിയൻസിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇവിടുത്തെ റൂട്ടഡ് ആയിട്ടുള്ള സ്റ്റോറീസ് പറയണം, ഇവരെ ഇമോഷണലി കണക്റ്റ് ആവുന്ന സ്റ്റോറീസ് ആയിരിക്കണം, അങ്ങനെ ക്യാരക്ടർ ഡെപ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കാൻ എനിക്ക് കുറേ കാലമെടുത്തു. അതാണ് എൻ്റെ ഫസ്റ്റ് ഐഡിയ ഭൂതകാലമായിട്ട് വന്നത്. സോ ടെക്നിക്കൽ വൈസ് അതിലൊരു വിഷ്വൽ ലാംഗ്വേജ് ഉണ്ടെങ്കിലും ക്യാരക്ടർ വൈസ് ഭയങ്കര ഗ്രൗണ്ടഡ് ആയിരുന്നു, ഭയങ്കര റൂട്ടഡ് ആയിരുന്നു. അത് ആ ഇമോഷൻസ് ബിക്കോസ് ദാറ്റ് ഇമോഷൻസ് വർക്ക്ഡ്, അതുകൊണ്ടാണ്. സോ ആ ഇമോഷൻ്റെ ഒരു ഗ്രാഫ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വിഷ്വലി എന്ത് വേണമെങ്കിലും ചെയ്യാം, ക്യാമറ എങ്ങനെ വേണമെങ്കിലും വെക്കാം. ബട്ട് സ്റ്റോറി ഈസ് എവറിത്തിങ് എന്നുള്ളതാണ്. അതിൽ എത്രമാത്രം ടൈം കൊടുക്കുന്നു അത് നന്നാവുകയുള്ളൂ. സ്റ്റോറി ഹാസ് ടു ബി റൈറ്റ്. ഇപ്പം ഇതിൽ തന്നെ ഇപ്പം മമ്മൂക്ക ഈ ക്യാരക്ടർ വേണം, അതിലൊരു നിർബന്ധ ബുദ്ധി പോലെയാണല്ലോ പറയുന്നത്. പോറ്റി മമ്മൂക്ക ആയിരിക്കണം എന്നുള്ളൊരു ഡിസൈനിൽ തന്നെയാണല്ലോ ഈ സ്ട്രക്ചർ മുതൽ ഇങ്ങോട്ട് ഇത് ചെയ്യുന്നത്. ഇപ്പം ഒരുപാട് മമ്മൂട്ടി സിനിമകൾ ഉറപ്പായും രാഹുൽ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ഇമോഷൻസ് മാനറിസം നമുക്ക് കണ്ടിട്ടുണ്ടാവില്ല. ഇതിൽ നിന്നൊന്നും ഇല്ലാത്തൊരു പാറ്റേണിലും ഡിസൈനിലും ആയിരിക്കണം ഈ ക്യാരക്ടറിന് വേണ്ടി വരുന്ന സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കുമല്ലോ. അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ്. ഇപ്പം തനിയാവർത്തനം ഭൂതകാലത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് ചോദിച്ചാണ്, മമ്മൂക്കയുടെ അങ്ങനെ ഒരു ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് എന്നൊക്കെ പറയുന്ന അത്തരം സിനിമകൾ കൂടി ഉണ്ടോ? ഒരുപാടെണ്ണമുണ്ട്. തനിയാവർത്തനം വലിയൊരു എക്സാമ്പിളാണ് എനിക്ക് ഭൂതകാലം ചെയ്യാനായിട്ട്. പാലേരി മാണിക്യം എനിക്ക് ഒരിക്കലും വീട്ടിൽ അഹമ്മദ് ഹാജി എന്ന ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. ആ ക്യാരക്ടർ അതിൽ കാണിച്ച ചില മാനറിസം ഒക്കെ ഭയങ്കര ഇതാണ്. അതേമാതിരി ഭാസ്കര പട്ടേൽ മറ്റേ വിധേയനിലെ ക്യാരക്ടർ. അപ്പോൾ ഇതിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പകിട സീക്വൻസിൽ നമുക്കൊരു വേർഷൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അടിമച്ചന്തയിലെ വേശികളും തെമ്മാടികളുടെ ഇടയിൽ നിന്ന് വിലവേശി വാങ്ങി പൊന്നാനിക്ക് കപ്പൽ, അങ്ങനത്തെ ഒരു വലിയൊരു ഡയലോഗ് ഹിസ്റ്ററി പറയുന്നത്. അപ്പോൾ അതിൽ എനിക്ക് മമ്മൂക്ക ഒരു തന്ന വേർഷനിൽ എനിക്ക്, പക്ഷെ എൻ്റെ മൈൻഡിൽ ആ വേർഷൻ അല്ല. എനിക്ക് മമ്മൂക്ക വടക്കം വീരകഥയിൽ ഇങ്ങനെ ഭയങ്കര ഹാർഷായിട്ട് ഇങ്ങനെ പറയുന്ന ഒരു വേർഷനാണുള്ളത്. അപ്പം മമ്മൂക്ക ആദ്യം ആ വേർഷൻ തന്നപ്പോൾ മമ്മൂക്ക ഇത് വർക്കാവും,
വേറൊരു സാധനം, ഇതല്ല എൻ്റെ മൈൻഡിലുള്ളത്, വേറെ ഒന്ന് തരുമോ എന്ന് ശേഷം പറഞ്ഞു അത് വേറെ പടമാണ്, നീ അത് കമ്പയർ ചെയ്യണ്ട, ഇത് വേറെ പടമാണ്, ഈ മീറ്ററിൽ പിടിക്കും. അപ്പോൾ അത് ഞാൻ രണ്ടാമത് പറഞ്ഞപ്പോഴും നമുക്ക് അതിൻ്റേതായ ഒരു സിമിലർ സാധനമാണ് ആദ്യം തന്നതിന് പോലത്തെ ഒരു സിമിലർ സാധനം തന്നെ. അപ്പോൾ പിന്നെ എന്നെ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഡിഫറൻസ് ആയിട്ട് എന്നാൽ പിന്നെ ഒരു ടേക്കും കൂടെ പോവാം എന്ന് പറഞ്ഞ ഡയലോഗാണ് ഞാൻ മൂന്നാമത്തെ ടേക്കിലാണ് മമ്മൂക്ക ആ ഡയലോഗ് പറയുന്നത്, അടിമച്ചന്തയിലെ വേശികളും തെമ്മാടികളും. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് എക്സ്പ്രഷൻ ചേഞ്ച് ഉണ്ട്. ആദ്യം ചിരിച്ചുകൊണ്ട് പറയുന്നത്, പിന്നെ അത് ഡാർക്ക് ആവുന്നു, പിന്നെ അത് ഭയങ്കര സീരിയസ്, അങ്ങനെ വല്ലാത്തൊരു ചേഞ്ച് ആ ഒരൊറ്റ സിംഗിൾ ടേക്കിൽ വന്നു. ഇത് ഓക്കെയാണോ, ഇപ്പൊ ഓക്കെയാണോ, ഇത് ഓക്കെയാണ്. ആ ഷോട്ടാണ് ഞാൻ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതെ അതെ. അപ്പൊ അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. പഴയ ഒരുപാട് നമുക്ക് ചെയ്ത ക്യാരക്ടേഴ്സ് നമുക്ക് ഓക്കെ ഇതുമാതിരി ഒരു ഇതിൽ പറഞ്ഞ രസമായിരിക്കുന്നു. അതൊക്കെ ബാക്ക് ഓഫ് ദ ഹെഡ് നമുക്ക് എപ്പോഴും ഉണ്ടാവും ആ തോട്ട്സ്. ഇപ്പൊ എന്തായാലും ഒരു യുണീക്ക് സ്റ്റോറിയും ഐഡിയ ആയിട്ട് വരുന്ന സമയത്തും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സിനിമ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഈ സിനിമയുടെ കാര്യത്തിലാണ്, ഭൂതകാലത്തിലാണെങ്കിലും, ഇപ്പൊ ഭൂതകാലത്തിൽ മണിച്ചിത്രത്താഴ് പറഞ്ഞ പോലെ ഈ സിനിമയുടെ ഒരു ഐഡിയ വന്ന സമയത്ത് ഏതെങ്കിലും സിനിമ അല്ലെങ്കിൽ അങ്ങനെ ആലോചന ഉണ്ടായിരുന്നോ? ഒരുപാട് ഫിലിംസ് അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് റെഫറൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് ജസ്റ്റ് വിഷ്വലി എങ്ങനെ കാണാമെന്ന് ഒരു മെസ്സേജ് കൺവേ ചെയ്യാമെന്നുള്ളതിന് തന്നെ ഒരുപാട് ഫിലിംസ് റെഫറൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെറ്റിംഗ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിന് ഒരുപാട്. ഇപ്പോൾ ടർക്കോസ്കിയുടെ ഫിലിം ആണെങ്കിലും അത് ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറച്ച് ഷോർട്സ് ഒക്കെ ആൾക്കാർ ഒരുപാട് പറയുന്നുണ്ട്. പിന്നെ കുറോസോവയുടെ ഫിലിം സ്റ്റോക്കറിൽ ഒരു ഷോട്ട്. അപ്പോൾ അതൊക്കെ ഇറ്റ്സ് നത്തിങ് റോങ് ടു ബി ഇൻസ്പയർഡ് ഫ്രം എൻ ആർട്ട്. സിനിമ തന്നെ ഇറ്റ്സ് എൻ ഇൻസ്പയർഡ് ആർട്ട് ഫോം. അപ്പോൾ അതിന് മുമ്പ് സിനിമയ്ക്ക് മുമ്പ് വന്നത് തിയേറ്റർ ഫോം എന്നാണ് സിനിമ വന്നത്. സിനിമയിൽ നിന്നാണ് നമ്മളിപ്പോൾ എല്ലാവരും ഞാൻ ക്രിയേറ്റ് ചെയ്തല്ലോ. ഇന്നിപ്പോൾ ഞാനൊരു ഷോട്ട് എടുത്ത് ബ്ലോക്ക് ഷോട്ടിനെടുത്ത് വെക്കുന്നത് ഇറ്റ്സ് നോട്ട് മൈ ക്രിയേഷൻ, ഇറ്റ്സ് എൻ ഇൻസ്പിറേഷൻ ഫ്രം ദ വെസ്റ്റ്. അവിടെ നിന്നുള്ള നമ്മുടെ എല്ലാ സിനിമ അവരുണ്ടാക്കിയതാണ് സിനിമ, നമ്മളത് ഇൻസ്പയർഡ് ആയിട്ട് നമ്മുടെ ഒരു വേർഷൻ ചെയ്യുന്നുള്ള. അങ്ങനെ ഒരുപാട് ഫിലിംസ് കണ്ടിട്ടുണ്ട്. അതിനുള്ളൊരു ഇൻസ്പിറേഷൻ നമ്മൾ ഷോർട്ട് ഡിവിഷൻ ചെയ്യുമ്പോഴൊക്കെ അത് മാറി അച്ചീവ് ചെയ്യാൻ അല്ലാണ്ട് പിന്നെ നമ്മുടെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് പലപ്പോഴും മെമ്മറി ആയിട്ട് കൂടി വരുമല്ലോ അല്ലേ? ഡെഫിനറ്റ്ലി വിഷ്വൽ മെമ്മറി ആയിട്ട് കൂടി വരുമല്ലോ അല്ലേ? ഡെഫിനറ്റ്ലി അത് എന്തായാലും അത് ഹെൽപ്പ് ചെയ്യും. അത് നമുക്കത് അതിന് എസ്കേപ്പ് ഇല്ല. എങ്ങനെ പോയാലും എവിടെയെങ്കിലൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാണ്ട് അതിങ്ങനെ കണക്ട് ആയി പോകും. അതാണ് ഈ ആഫ്റ്റർ ഭ്രമയുഗം. എന്തായാലും ഇപ്പൊ ഞാൻ പറയുന്നത് ഭൂതകാലമുള്ള സമയത്ത് തന്നെ ഭ്രമയുഗമുണ്ട് രാഹുലിന്റെ മനസ്സിൽ. അപ്പൊ എന്തായാലും ഭ്രമയുഗം തീരുമ്പോൾ തന്നെ ഒരു 3-4 സ്റ്റോറി പറയാനുള്ളത് അതിന്റെ ആർക്കിലോ അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറിലോ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഈ ജോണറിൽ തുടരാനുള്ള സിനിമകളും അല്ലെങ്കിൽ അത് മാറി ചെയ്യാനുള്ള സിനിമകളും ഇപ്പൊ മനസ്സിലുണ്ടോ? തീർച്ചയായും ഉണ്ട്. മാറി ചെയ്യാനുള്ള ഒരുപാട് സിനിമയുണ്ട് മനസ്സിൽ. ഇതേ ജോണറിലുള്ള സിനിമകളും മനസ്സിലുണ്ട്. പക്ഷെ ഏത് ചെയ്യണം എന്നുള്ള ഒരു സ്പേസിലാണ് ഇപ്പൊ ഞാനത്. ഇതിന്റെ സക്സസ് ഹ്യൂജ് ആണ്. അതെ. അപ്പോൾ പക്ഷെ കുറച്ച് കഴിഞ്ഞാലേ എനിക്കറിയുള്ളൂ അത് ഓക്കെ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം എന്ന് പറഞ്ഞത്. എനിക്കൊരു പോയിന്റ് എത്തുമ്പോൾ ഇപ്പൊ ഭൂതകാലത്തിന് ശേഷം പക്ഷെ വേറെ ഒന്നും കൂടി ഇല്ലേ, കാരണം വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഇപ്പൊ ട്രൈ ചെയ്യുന്നതിൽ ആരും ട്രൈ ചെയ്യുന്നില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ബാക്കി എല്ലാവരും എല്ലാ ടൈപ്പ് സിനിമകളും ചെയ്യുന്ന സമയത്ത് രാഹുലിൻ്റെതായ ഒരു സോണിലാണല്ലോ ഈ 2 പടം ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ അത് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ വീണ്ടും ശ്രമിക്കുള്ളൂ. എൻ്റെതായ ഒരു സ്റ്റൈലും എൻ്റെതായ ഒരു സ്പേസും ക്രിയേറ്റ് ചെയ്യാനാണ് എല്ലാ ഫിലിം മേക്കറും ശ്രമിക്കുന്നത്. പക്ഷെ എൻ്റെ പ്രൈമറി ടാർഗറ്റ് വുഡ് ബി ടു എക്സൈറ്റ് മൈ ഓഡിയൻസ്. അതന്നെ ആയിരിക്കും എൻ്റെ ഇൻറ്റൻഷൻ. ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല സിനിമ എടുക്കുന്നത്, ഞാൻ ഓഡിയൻസിന് വേണ്ടിയിട്ട് എപ്പോഴും സിനിമ എടുക്കുള്ളൂ. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി ലൈൻ മനസ്സിലുണ്ട്. അത് വൈകാണ്ട് അത് പേപ്പറിലേക്കായി മെല്ലെ അത് വരുന്നതാണ്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ രാഹുലിന്റെ ഷൂട്ട് ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ ആണ് താരതമ്യേന സമയം കുറഞ്ഞത്. മറ്റേത് പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുന്ന ഡീപ്പർ റൂട്ടിലുള്ള ലോങ് ജേർണിയാണ്. അപ്പോൾ അടുത്ത സിനിമയാണെങ്കിൽ ഇപ്പം തിയേറ്റർ ഇപ്പോൾ ഒരു വലിയ ഗ്രാൻഡ് സക്സസ് വരുമ്പോൾ ഒരുപാട് പ്രൊഡക്ഷൻ ഹൗസ്, ഒരുപാട് സ്റ്റാർസ് അവർ പെട്ടെന്ന് അടുത്ത പടത്തിലേക്ക് വരിക അല്ലെങ്കിൽ സ്റ്റാർസിലേക്ക് വരിക എന്നുള്ള സിനാരിയോ സാധാരണമാണല്ലോ. അപ്പം അടുത്ത പടത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഡിമാൻഡ് കൂടുന്ന സിനാരിയോ ഉണ്ടാവുമല്ലോ. അപ്പോൾ രാഹുൽ എങ്ങനെയാണ് ഒരു ഡിമാൻഡ് കൂടുന്ന സിനാരിയോ ഉണ്ടായാൽ പോലും ഐ ഡോണ്ട് വാണ്ട് ടു ഫെയിൽ ആവാൻ വേണ്ടി ഞാനൊരു
ഒരു പ്രഷർ എടുത്തിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അത് എൻ്റെതായ രീതിയിൽ സിനിമ എടുത്താലേ അത് സക്സസ് ആവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഭൂതകാലത്തിന് ശേഷം എനിക്ക് ഒരുപാട് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റിക്വസ്റ്റും വലിയ ഓഫേഴ്സൊക്കെ വിട്ടിട്ടാണ് എനിക്കതൊന്നും വേണ്ട, എനിക്ക് ഇന്ന് പറയേണ്ട കഥ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, മമ്മൂക്കെ കിട്ടണം, മമ്മൂക്കേനെ കഥ പിച്ച് ചെയ്യണം, ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ മൊത്തം നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇന്ന് ഞാനിവിടെ ആ സക്സസ് ആണ് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ അത് എനിക്കിത് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഭയങ്കര സപ്പോർട്ടീവായ, അങ്ങനെ എല്ലാ ഡ്രീമും അത് വിഷനായി വരണമെങ്കിൽ ഒരു സ്റ്റുഡിയോസ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ആണ് പ്രൊഡ്യൂസർ. റാം സാറാണ്, ചക്രവർത്തി രാമചന്ദ്ര സാറും ഒരാള് സീനിയർ ആയിട്ട് അവിടെ ലണ്ടൻ. റാം സാർ എൻ്റെ സീനിയർ ആയിരുന്നു ലണ്ടൻ ഫിലിം അക്കാഡമി. നേരത്തെ അറിയാം? ഇല്ല, പരിചയമൊന്നുമില്ല. എൻ്റെ എത്രയോ 5-6 ഇയേഴ്സ് സീനിയർ ആണ് പുള്ളി. പക്ഷേ ഈ ഐഡിയ പിച്ച് ചെയ്യാൻ പോയപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഞാൻ ഐ എം യുവർ സീനിയർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അത് കണക്ട് ആയി. മമ്മൂക്കിക്ക് മുമ്പ് സ്റ്റുഡിയോയിലാണ്? അതെ, സ്റ്റുഡിയോന്റെ അപ്രോച്ച് ആയിരുന്നു ഫസ്റ്റ്. ഭൂതകാലത്തിന് റൈറ്റ് ആഫ്റ്റർ ഭൂതകാലം എനിക്ക് ഇങ്ങനെ കോള് വന്നു, ഞാൻ അവരെ പോയി മീറ്റ് ചെയ്യുന്നു. പിന്നെ അവരും ഹൊറർ ഓണറിൽ സിനിമ പ്ലാൻ ചെയ്യുന്ന സമയമാണ്. ഈ റാം സാറിന് ഹൊറർ ഭയങ്കര ഇഷ്ടം, എന്നെ മാതിരി തന്നെ അത്രയും പാഷനേറ്റ് ആയിട്ട് ഹൊറർ ഫിലിംസ് കാണും, അങ്ങനെ ഉള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി അടുത്ത് ഞാനിങ്ങനെ ഒരു കഥ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞാൽ ഇതിലാണ് സിനിമയുള്ളത്, ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ അന്ന് എനിക്ക് പെട്ടെന്ന് ഓക്കെ, എൻ്റെ ഒരു വിഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇത്രയും റിസ്ക് ഉള്ള പരിപാടി മമ്മൂക്കെ പിച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞൊരു പ്രൊഡക്ഷൻ ഹൗസ് തയ്യാറാവുകയും ഹീ ട്രസ്റ്റഡ് മീ, ഐ ട്രസ്റ്റഡ് ഹിം ബാക്ക്. ഫ്രൂട്ട്ഫുള്ളായി ഇന്ന്. ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ സപ്പോർട്ട് ഭയങ്കര, ഈവൻ ഫോർ ഭൂതകാലം എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. സോ എനിക്ക് അങ്ങനെ ഒരു ഐ ആം ബ്ലെസ്ഡ് ടു ഹാവ് ഗുഡ് പ്രൊഡ്യൂസേഴ്സ്. അത് വലിയൊരു ഫാക്ടറാണ് അല്ലേ? ഡെഫിനറ്റ്ലി ഒരു ക്രിയേറ്റീവ് സ്പേസിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു അങ്ങനെ ഒരു പ്രൊഡ്യൂസർ കിട്ടുകയാണ് അതിൻ്റെ ഒരു സക്സസ്. പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ആണല്ലോ. ഷുഡ് ബി എ പ്രൊഡ്യൂസർ, നോട്ട് എ ഫൈനാൻസർ. ഷുഡ് ആക്ച്വലി പ്രൊഡ്യൂസ് ഫിലിംസ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ഫൈനൽ പ്രോഡക്റ്റ്. സോ അതൊരു ഭാഗ്യമാണ് അത്. തിയേറ്ററിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പം ഞാൻ പറയുന്നത് കേരളത്തിന് പുറത്ത് പോയിട്ട് ഫിലിം സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്, എന്തായാലും എല്ലാ ലാംഗ്വേജിലും സിനിമ കാണുന്ന ഒരാളാണ്, കുറേ കാലമായിട്ട് മലയാള സിനിമയിൽ ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ളത്. എന്താണ് ഇപ്പോഴത്തെ തിയേറ്റർ? കാരണം OTT സിനിമ ഉണ്ടാക്കി അതിനൊരു വലിയ ആക്സെപ്റ്റൻസ് ഉണ്ടാക്കിയ ആളാണ്. തിയേറ്ററിലും അത് വർക്കാവുന്നു. തിയേറ്ററിനെ ഓഡിയൻസിനെ എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, ഇപ്പം OTT വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ഓഡിയൻസ് കുറേ ഒരു സെപ്പറേഷൻ വന്നു. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ അവരെ റൂട്ട് ചെയ്താൽ പോലും അവർക്കിപ്പോൾ അറ്റ് ദെയർ കംഫർട്ട് അവരുടെ വീട്ടിലിരുന്നിട്ട് കാണാം. കാരണം അവർ ആ വിൻഡോ, ഇങ്ങനെയുള്ള വിൻഡോ ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ, ദാറ്റ്സ് ബിക്കോസ് ഓഫ് കംഫർട്ട്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാനാണ് ഹൈ കോൺസെപ്റ്റ് ഐഡിയാസ് അങ്ങനെ വർക്ക് ആവുന്നത്. ഇപ്പോൾ ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മാതിരി ഫിലിമോ ഇല്ലെങ്കിൽ ഇൻസെപ്ഷനോ, ഇങ്ങനത്തെ പല ഫിലിംസൊക്കെ നമ്മൾ OTT എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഹാവ് ടു ഗോ ആൻഡ് സിറ്റ് ഓൺ എ തിയേറ്റർ. തിയേറ്റർ ഡിസൈൻഡ് ഫിലിംസ് ഭയങ്കരമായിട്ട് ഇന്നും അത് അട്രാക്ട് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ബ്രഹ്മയുഗം സ്പെസിഫിക്കലി ഇറ്റ്സ് ഡിസൈൻഡ് ഫോർ തിയേറ്റർ പർപ്പസ്. അതുകൊണ്ടാണ് ഓഡിയൻസ് അത്രയും എൻജോയ് ചെയ്യുന്നത്. പിന്നെ സൈമൾട്ടേനിയസ്ലി വേറൊരു ഫിലിം ഇതേ ടൈമിൽ സക്സസ്ഫുൾ ആയി ഓടുന്നു. That's actually benefiting the industry as a growth. അതിൻ്റെ അർത്ഥം പല ജോണേഴ്സും എക്സ്പ്ലോർ ചെയ്യാൻ നമ്മുടെ ഓഡിയൻസ് മൈൻഡ് റെഡിയാണ്, രണ്ടും അറ്റ് ദ സെയിം ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ. സോ അതൊരു നല്ലൊരു കാര്യം. എനിക്ക് തോന്നുന്നു അത് വേറെ നിലക്കാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ ഹിറ്റിന്റെ ട്രെൻഡ് നോക്കിയിട്ട് അടുത്ത സിനിമ ആ മോഡലാണെങ്കിൽ ഞാൻ ഓക്കെ ആണെന്നൊരു പ്രൊഡക്ഷൻ ഹൗസോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റോ പറയുന്ന സിനാരിയോ മാറുകയാണ്. ഇപ്പം ആളുകൾക്ക് തന്നെ ഏത് തരം പരീക്ഷണങ്ങൾക്കും മലയാളി വ്യൂവേഴ്സ് ഓക്കെ ആണ് എന്നുള്ളൊരു സൈൻ കൂടി കൊടുക്കുകയാണല്ലോ. ഇപ്പം മമ്മൂക്ക പോലും ഇതിന്റെ സക്സസ് ഉണ്ടാകുന്ന സമയത്ത് അടുത്ത 10 പേർക്ക് അവരുടെ യുണീക്ക് ഐഡിയ ആയിട്ട് അവിടെ വരാം എന്നുള്ളതാണല്ലോ പുള്ളിയുടെ ട്രാക്കിലും കാണുന്നത്. അതെ, അതാണ് അത് യുണീക്നെസ് എങ്ങനെ അത് വർക്കാവും എന്നുള്ളതാണ് അത് ഒരു ചാലഞ്ച്. ആക്ച്വലി നമുക്കറിയില്ല. അത് ഇപ്പൊ പ്രേമലു ഞാൻ കണ്ടിട്ടില്ല, ബട്ട് അതിനൊരു ഫോർമുല ഉണ്ട്, അതും ഇതിനും ഒരു ഫോർമുല ഉണ്ട്, ഇനി വരാൻ പോകുന്ന ഫിലിംസിനൊക്കെ ഉണ്ട്. പക്ഷെ ഏതാണ് വർക്കാവുക എന്നുള്ളത് ഇറ്റ്സ്
നമുക്ക് അറിയില്ല. പറയാൻ അതെ, നമുക്ക് അതിന് വർക്ക് ആവുമെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വേണ്ടി ഒരു ഡിസൈൻ ചെയ്ത് ഒരു ഫോമാറ്റിലേക്ക് ഡിസൈൻ ചെയ്ത് നമുക്ക് ആ പ്രതീക്ഷയോടെ ഇറക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഭൂതകാലവും ബ്രഹ്മയുഗമൊക്കെ ഉണ്ടായത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒരു കഴിഞ്ഞ 10 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തുടക്കക്കാർക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറായിട്ട് ഇപ്പം നമുക്കൊരു 70 പിന്നിട്ട പ്രായത്തിലും ഏറ്റവും റീഇൻവെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും പരീക്ഷണങ്ങൾക്ക് മുതിരുന്ന ഒരാൾ. ഇപ്പം ഒരു 3ാമത്തെ പടത്തിൽ മമ്മൂട്ടിയെ പോലത്തെ ഒരു ആക്ടറെ കിട്ടുന്നു, അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു പുതിയൊരു ഘട്ടം എന്ന് തോന്നുന്ന ഒരു പെർഫോമൻസ് എന്ന് അപ്രീസിയേഷൻ കിട്ടുന്നു. എന്താണ് രാഹുലിൻ്റെ ഒരു ടോട്ടൽ ടേക്ക് അവേ? ഒരിക്കലും നമ്മളൊരു സ്റ്റാർ കാസ്റ്റിനെ വെച്ചിട്ട് ഒരു ഫസ്റ്റ് ഫിലിം ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബിക്കോസ് ആസ് എ ഫസ്റ്റ് ഫിലിം നമ്മൾ ദർ വിൽ ബി മെനി ഫ്ലോസ്, ഒരുപാട് ഫ്ലോസ് ഉണ്ടാവും, ഒരുപാട് ലേണിംഗ് പ്രോസസ്സ് ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് ലാൻഡ് ആവുമെന്ന് എനിക്കറിയില്ല. ഇറ്റ് മൈറ്റ് ബി ലക്കി. ഈ ബ്രഹ്മയുഗം ചെയ്യാനുള്ള കോൺഫിഡൻസ് എനിക്ക് തന്നത് ഭൂതകാലമാണ്. ഇപ്പോൾ ഭൂതകാലത്തിന് ശേഷമാണ് എനിക്ക് അറിയാവുന്നത് ഓക്കെ ഇറ്റ്സ് ഓൾ അബൌട്ട് പിച്ചിങ് ദി ഐഡിയ, അല്ലേ? ഒരു ആക്ടറെ എക്സൈറ്റിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മയുഗം പറയാൻ പോയി കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ഭൂതകാലമൊക്കെ എങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുക വിത്തിൻ ഫ്യൂ വേർഡ്സ് അറിയില്ല. ഫോർ ദാറ്റ് യു നീഡ് ടു ഹാവ് ദറ്റ് കോൺഫിഡൻസ് ടു ബിൽഡ് ഓവർ എക്സ്പീരിയൻസ് ഓവർ ടൈം ആയിരിക്കും അത് വരുന്നത്. അപ്പോൾ മമ്മൂക്കടുത്ത് പിച്ച് ചെയ്യുമ്പോൾ പോലും ഐ വാസ് റിയലി ഇപ്പോൾ ഒരു 4 കൊല്ലം മുമ്പാണ് എനിക്കൊരിക്കലും പിച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ആ മൈൻഡ് സെറ്റിലല്ല. ഇന്ന് ഐ ക്യാൻ ഗോ ടു ആൻ ആക്ടർ ആൻഡ് സേ ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞത്. സോ അത്രയും എനിക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഇതാണ് എൻ്റെ സ്റ്റൈൽ ഓഫ് വർക്ക് എന്നുള്ള ഒരു റെഫറൻസ് അപ്പുറത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അത്രയും വേർത്തി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പോയിട്ട് പറഞ്ഞാലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. തോന്നുള്ളൂ ഓക്കെ ഇത് പുതിയതാണല്ലോ, ഇങ്ങനൊരു സാധനം ചെയ്താൽ അത്രയും വേർത്തി ആയിരിക്കണം ഓഫ് ദെയർ ടൈം. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ജസ്റ്റ് ലൈക്ക് any other film. അതാണ് എൻ്റെ ടേക്ക് അവേ. whenever you pitch to an actor you should feel that it has to work. നമുക്ക് ഇത്രയും ഒരു 420+ ഫിലിംസ് ചെയ്തു. ഇതിലും വ്യത്യസ്തമായി എന്ത് ചെയ്യാൻ പറ്റുന്നതായിരുന്നു എൻ്റെ ഹ്യൂജ് ചാലഞ്ച്. ആദ്യം തന്നെ ഇത്രയും ഗ്ലാമറുള്ള മമ്മൂക്കെ പൊളിക്കുക, പല്ലൊക്കെ മാറ്റി വെച്ച് നരയൊക്കെ ഇട്ട് പൊളിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ വിഷയം. അങ്ങനെയാണ് ഈ കൊടുമ്പൻ പോറ്റി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ ഹൊറർ സിനിമ എന്ന് പറയുന്ന സമയത്ത് ഹൊറർ പേടിക്കുന്ന ആളുകളുണ്ടല്ലോ, ഹൊറർ സിനിമ കണ്ട് പേടിക്കുന്ന അല്ലെങ്കിൽ ഹൊറർ പുസ്തകം വായിക്കുന്നത്. ഇപ്പം രാഹുൽ ഹൊറർ സിനിമയോട് ഇത്ര ഇഷ്ടമുള്ള ആളാണെങ്കിലും സ്വാഭാവികമായിട്ടും പേടിച്ചിട്ടുണ്ടാവുന്ന ഒരു ഇഷ്ടം കൂടിയല്ലേ അത്? തീർച്ചയായും ഞാൻ എൻജോയ് ചെയ്തു ഭയങ്കരമായിട്ട്. പേടിക്കാനായിട്ട് ഞാൻ രാത്രി ഒറ്റയ്ക്ക് ഒന്ന് പടം കാണുകയൊക്കെ ചെയ്തു. ഈ പേടി എങ്ങനെയാണ് വർക്കാവണം എന്ന് നോക്കാനായിട്ട്, സ്വന്തമാവണ നോക്കാനായിട്ട്. സൈലൻസും കുറേ എങ്ങനെയാണ് വർക്ക് ആവുന്നത്. ഇപ്പോൾ ഹെഡ്ഫോൺസിൽ തന്നെ പടം ഇരുന്ന് കാണും, ഫുൾ എഫക്റ്റിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ എനിക്കിഷ്ടമാണ്. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോ ആണെന്ന് പറയും, ബട്ട് അല്ല, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് എക്സ്പീരിയൻസ് കാരണം അങ്ങനെയാണല്ലോ ഫിലിം സെറ്റ് ചെയ്ത് ഓരോരുത്തർ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു കറക്റ്റ് ഫോമാറ്റിൽ എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ നമുക്കത് മിസ്സാവും. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു പാതി സ്വഭാവത്തിലെങ്കിൽ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഹൊറർ ജോണറിലേക്കുള്ള ഒരു സിനിമയ്ക്ക് ഇത്രയും അപ്രീസിയേഷൻ കിട്ടുന്നു, തിയേറ്റർ പാക്കഡ് ആവുന്നു. ഉറപ്പായും ഭൂതകാലം ഒരു OTT വന്ന സിനിമയാണ്. കേരളത്തിന് പുറത്തൊക്കെ ഒരു ക്രിട്ടിക്കലി അക്ലൈംഡ് ആയിട്ടുള്ള സിനിമയാണ്. കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് സിനിമ കണ്ടിട്ടും വിളിക്കുന്നുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഇൻ്റർവ്യൂവിനിടയിലുള്ള ബ്രേക്കിലാണ് സത്യൻ സാർ വിളിക്കുന്നത്, സത്യനന്ദിക്കാട് വിളിക്കുന്നു. എന്താ ഇതിന് ശേഷം കിട്ടുന്ന ഈ പറയുന്ന ഇൻഡസ്ട്രി ഇൻസൈഡുള്ള ഇത്? അൻവറൊക്കെ കണ്ട പടം? അൻവറിക്ക ഇസ് ലൈക്ക് എ മെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം റീച്ച് ഔട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ അൻവറിക്കയാണ്. അപ്പം തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ട്രബിൾ തോന്നി, എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ, ബിക്കോസ് ഹീസ് ഒരു അത്രമാത്രം നോളജും എക്സ്പീരിയൻസും ഉള്ള ഒരു ഫ്രണ്ട്, ബ്രദർ എന്നൊക്കെ പറയും. സോ അൻവറിക്കൊക്കെ എനിക്ക് ഫസ്റ്റ് കട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇക്കെ വിളിച്ച് പറഞ്ഞു, ഇതൊക്കെ പടം റെഡി ആയിട്ട് ഒന്ന് വന്ന് കണ്ട് എന്തെങ്കിലുമൊക്കെ സജഷൻ പറഞ്ഞാൽ ഇപ്പം മാറ്റാം എന്നൊക്കെ പറഞ്ഞ് ഇക്ക വന്ന് കാണും. അത് സജഷൻസൊക്കെ കുറച്ച് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊക്കെ ട്വീക്ക് ചെയ്തൊക്കെ നോക്കി. അങ്ങനെ എനിക്ക് സജഷൻ കേൾക്കണത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരുപാട് പേരുന്ന് ഞാൻ കേൾക്കില്ല. എൻ്റെ ജഡ്ജ്മെൻറ്റും തെറ്റും, എവിടെയും ആർക്കും ബെനിഫിറ്റ് ഇല്ലാണ്ടാവും. അപ്പോൾ അങ്ങനെ 1-2 പേരുന്നത് കിട്ടിയാൽ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഒരാളാണ് അൻവറിക്ക. പിന്നെ അതുപോലെ
ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇൻഡസ്ട്രിയിലുള്ള ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് സൈഡിൽ ഇതിപ്പം ഞാൻ പറഞ്ഞ ഒരു ക്രാഫ്റ്റ് ഫിലിം മേക്കർ എന്നുള്ളത് ഒരു ഫിലിം മേക്കർ അപ്രീസിയേഷൻ വരും. ഇത് രണ്ടുമാണല്ലോ വരുന്നത്. മമ്മൂക്ക റീഇൻവെന്റിങ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എൻ്റെ റിവ്യൂസ് ആണെങ്കിലും ആളുകൾ ഈ രണ്ട് രീതിയിലും വരുന്നുണ്ടല്ലോ. അപ്പൊ ഇൻഡസ്ട്രിയിൽ ഇപ്പം സത്യൻ സാറും വിളിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരിക്കുമല്ലോ സംസാരിച്ചത്. എന്താ ഇവരൊക്കെ പറയുന്നത് എന്താ? ഭയങ്കര ഹാപ്പിയാണ്. ആ അപ്രിസിയേഷൻ സത്യൻ സാറിന്റെ ഫിലിംസ് കണ്ടിട്ടാണല്ലോ നമ്മളെ എല്ലാവരും വളർന്നത്. അത് എങ്ങനെ അതുമാതിരി ഒരു പടം എടുക്കാൻ പറ്റും, അത് ഇന്നും അത് ടി വിയിലും നമ്മൾ ഓൺലൈനിലും കാണുമ്പോൾ ആ ഫ്രഷ്നെസ് ആർക്കും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഫിലിംസും. അപ്പോൾ അവർ മെൻറ്റേഴ്സ് നമ്മൾ എന്നും നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മളെ ഫോൺ ചെയ്യാന്ന് പറയുമ്പോൾ അതിലും കിട്ടുന്ന വലിയ ബ്ലെസ്സിങ്സ് വേറെ ഇല്ല. സോ അതൊക്കെ ഒരു ഭാഗ്യമാണ്, അതൊക്കെ അങ്ങനെയൊക്കെ ആവുക എന്നുള്ളത്. അത് മമ്മൂക്കടുത്ത് തന്നെ വരുന്ന ഒരു സംഭവമാണ്. അത് ആക്ച്വലി എനിക്ക് വേണ്ടത് ഇപ്പോൾ കൊടുവൻ പോറ്റി ഈ മാണിക്കെതിരെ പാടുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുന്നിലേക്ക് വന്നിട്ട് ഇങ്ങനെ കുറച്ച് ലീൻ ഫോർവേഡ് വന്നിട്ട് ആ ഡയലോഗ് ഡെലിവറി ചെയ്യുക എന്നുള്ള അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ഇൻപുട്ട് ആവശ്യം. പിന്നെ കംപ്ലീറ്റ്ലി മമ്മൂക്കയുടെ ഒരു വേർഷനാണ് നമ്മൾ കാണുന്നത്.